സന്തോഷമാർഗമെന്ന ഈ പ്രഭാഷണ പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ സെക്ഷനുകളിൽ ആവർത്തിച്ച് കേൾക്കുന്നതായ പദം ഇതൊക്കെയാണ്: ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അനുസരിക്കുക, തന്മുഖാന്തരം ദൈവികാനുഗ്രഹങ്ങൾ പ്രാപിക്കുക. എന്തുകൊണ്ട് ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു ചോദിച്ചാൽ, അത് വളരെ ഗൗരവപൂർവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രതീക്ഷിക്കാത്തവർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. എന്നെ അനുഗ്രഹിക്കണമെന്നെങ്കിലും ഒരു വാക്ക് പ്രാർത്ഥിക്കാത്തവരും വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവർക്കും അത് പ്രാപിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ അത് ചില കണ്ടീഷൻ വെച്ചിട്ടുണ്ട് ദൈവം, ചില വ്യവസ്ഥകളുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് കൂടെ ആവർത്തിച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ ആവർത്തന വിരസത തോന്നിയാൽ പോലും അത് ആവർത്തിച്ച് പറയാൻ കാരണം നിങ്ങൾ ഇത് കേട്ട് അനുഗ്രഹം പ്രാപിക്കണമെന്നുള്ളതാണ്. ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു മാത്രം എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുന്നു പറഞ്ഞ് എനിക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ദൈവം നിങ്ങളെ രക്ഷിക്കുന്നുള്ളത് എനിക്ക് അവസാനിപ്പിക്കാം. പക്ഷേ അത് പ്രാപിക്കാനുള്ളതായ വഴിയുടെ പറഞ്ഞു തരുന്നില്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ അപൂർണമാണ്. അതുകൊണ്ടാണ് എല്ലാ സന്ദേശത്തിലെയും പ്രധാനപ്പെട്ട ഭാഗം ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അനുസരിക്കുക എന്നൊക്കെ പറയാൻ കാരണം ദൈവം നീതിമാന്മാരെ അനുഗ്രഹിക്കുന്നൊക്കെ വചനം പറഞ്ഞത്. നീതിമാന്മാരെ അനുഗ്രഹിക്കും. അവൻ പരിചയ കൊണ്ട് വന്ന പോലെ ദൈവം കൊണ്ട് തന്നെ മറിക്കുന്ന നീതിമാൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, നീതി പ്രവൃത്തി ചെയ്യുന്നവരെ അല്ല നീതിമാനെന്ന് പറയുന്നത്. മറിച്ച് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവരെ കുറിച്ച് പറയുന്ന പദമാണ് നീതിമാന്മാർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം. നമ്മൾ ആരായിരിക്കണം? ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം, ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കൂടെ ഇതിങ്ങനെ ആവർത്തിച്ച് എൻ്റെ ശ്രോതാക്കളെല്ലാവരും ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാകട്ടെ ദൈവത്തിന് വിടുവിക്കാൻ കഴിയാത്തതായ ഒരു പ്രശ്നവുമില്ല. ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയാത്ത ഒരു വിഷയവുമില്ല. നമ്മളെ ദൈവത്തിൽ മേലെ അകട്ടെ നമ്മുടെ അകൃത്യങ്ങളാണ്, നമ്മുടെ തെറ്റുകളാണ്, നമ്മുടെ പാപങ്ങളാണ്. നമ്മൾ അവയാണ് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത്. നമ്മൾ ഒരു ക്രമീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ, നമ്മളിൽ ഒരു നവീകരണം ഉണ്ടായി കഴിയുമ്പോൾ, ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവവും നമ്മെ അനുഗ്രഹിക്കാനിടയായിത്തീരും. കഷ്ടതകളിന്മേൽ, രോഗങ്ങളിന്മേൽ, കടഭാരങ്ങളിന്മേൽ, പ്രശ്നങ്ങളിന്മേലെല്ലാം ദൈവത്തിൽ വിടുതലുണ്ടാകും. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, ഉയർച്ചകൾ പ്രാപിപ്പാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.